PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDCയുടെ 7ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ 6 ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ബയോളജി, കലാ സാഹിത്യം, അങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ 6 ഘട്ടങ്ങളിലും ചോദിച്ചത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ 6 ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുള്ള പദ്ധതികളാണ്. കേരള സർക്കാർ പദ്ധതികളും കേന്ദ്ര സർക്കാർ പദ്ധതികളും ഒരുപാട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 6 ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്ലാസ്സിലോട്ട് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇത് ആദ്യ ഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള പദ്ധതിയാണ്. സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? അപ്പോൾ സ്നേഹ സാന്ത്വനം പദ്ധതി നൽകി വരുന്നത് ആർക്കാണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സാന്ത്വനം. ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സ്നേഹ സാന്ത്വനം എന്ന് പറയുന്നത്. അടുത്തത് 1ാം ഘട്ടത്തിൽ തന്നെ ചോദിച്ച ചോദ്യമാണ്. വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? വാത്സല്യനിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത്, ഒന്ന്, പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി. അതുപോലെ തന്നെ പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ എത്ര പോയിന്റ്സ് ഓർത്തിരിക്കണം നമ്മൾ? പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് എന്നുള്ളത്. പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി എത്ര ലക്ഷം വരെ വരുമാനമുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്കാ? 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആരാണ് നൽകുന്നത്? പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ടത്. വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് വരുന്നത് വിദ്യാജ്യോതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയതാണ്. പിന്നെയോ, ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ ഒരു പദ്ധതി. അപ്പോൾ വിദ്യാജ്യോതി പദ്ധതി നടപ്പിലാക്കുന്നത് കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്. അടുത്ത ചോദ്യം, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മിഠായി. അപ്പം മിഠായിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രമേഹം വരും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത്. അടുത്തത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം എന്ന് പറയുന്ന പദ്ധതിയുടെ സവിശേഷത എന്താണ്? സ്വയം പദ്ധതിയുടെ സവിശേഷത എന്ന് പറയുന്നത് പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സ്വയം പദ്ധതിയുടെ സവിശേഷത. അടുത്തത് വീണ്ടും കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത്? മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ്. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് മുദ്രാ പദ്ധതി. അടുത്തത് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതി. അപ്പോൾ ഇതും എന്താണ്? കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഡിജിറ്റൽ സാക്ഷരതയും
ഡിജിറ്റൽ അടിസ്ഥാന വികസനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയിട്ടുള്ള പുതിയ പദ്ധതിയാണ് ഏത്? ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഇന്ത്യ. അടുത്തത്, ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. വീണ്ടും കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സമ്പാദ്യ പദ്ധതിയാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അടുത്ത ചോദ്യം, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ജീവാനന്ദം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതിയാണേത്? ജീവാനന്ദം പദ്ധതി. വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതിയാണേത്? ജീവാനന്ദം പദ്ധതി. അടുത്തത്, ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാ? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. അടുത്തത്, ഇന്ത്യൻ സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് എന്ത്? മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സംരംഭം ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്തത്, താഴെ പറയുന്നതിൽ ഏതു പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. ജനനി ജന്മരക്ഷ. തെളിനീരൊഴുകും നവകേരള പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത്? തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ്. സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കുക. അടുത്തത്, മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്നേഹപൂർവം പദ്ധതിയാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വരുമ്പോൾ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അടുത്തത്, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം എന്ന് പറയുന്ന പദ്ധതി. കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. കണ്ടോ, അപ്പം അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടല്ലേ. സ്നേഹപൂർവം എന്താണ്? സ്നേഹപൂർവം നമ്മളിപ്പോൾ പറഞ്ഞു, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി എന്നുള്ളത്. ഓക്കെ. അടുത്തത്, സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ്. കാതോർത്ത് എന്നുള്ളതാണ് പദ്ധതിയുടെ പേര് കേട്ടോ. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് എന്ത് ചെയ്യാനാണ്? സ്വന്തം താമസ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ്, നിയമസഹായം എന്നിവയെല്ലാം നൽകാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് കാതോർത്ത് എന്ന് പറയുന്ന പദ്ധതി. അടുത്തത്, പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. നയനാമൃതം പദ്ധതിയാണ് കേട്ടോ. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ആൻസർ കിട്ടി. റെറ്റിനോപ്പതി, റെറ്റിന എന്ന് പറയുമ്പോൾ തന്നെ അത് കണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കിട്ടും. അപ്പൊ കണ്ണുമായി ബന്ധപ്പെട്ടത് നയനം, കണ്ണാണ് അല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് നയനാമൃതം എന്ന് പറയുന്ന പദ്ധതിയിലോട്ട്
എത്താൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ 6 ഘട്ടങ്ങളിലും കൂടെ LDCക്ക് ചോദിച്ചിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ ഞാനിവിടെ റിലേറ്റഡ് ആയിട്ട് പറയാതിരുന്നത്, നമ്മൾ ഒരുപാട് വീഡിയോസ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സൈറ്റിലൂടെ എങ്ങനെ പഠിക്കാം എന്നുള്ളതും നമ്മൾ ചെയ്തു തന്നിട്ടുണ്ട്, സൈറ്റ് ഉപയോഗിച്ചിട്ട് കേട്ടോ. ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് പദ്ധതികൾ പഠിക്കുക, ഇതിൻ്റെ എല്ലാം ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ കണ്ട് ബാക്കിയുള്ള പദ്ധതികളും കൂടെ ഒന്ന് നോക്കി പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്